കെ കരുണാകരൻ എന്ന കേരള രാഷ്ട്രീയത്തിലെ അധികായൻ വാഴുകയും വീഴുകയും ചെയ്ത തൃശൂർ. കരുണാകരന്റെ മകൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുതികാൽവെട്ടിന്റെ വേദനയറിഞ്ഞ തൃശൂർ. കരുണാകരന്റെ മകൾ രണ്ടുവട്ടം ത്രിവർണ്ണക്കൊടി ഏന്തി പോരാടി വീണ തൃശൂർ. ആ മണ്ണിലേക്ക് കാവി പുതച്ച് നിയമസഭാ പോരിനെത്തുകയാണ് പത്മജ വേണുഗോപാൽ. സീറ്റ് നൽകാൻ നിർദ്ദേശം നൽകിയതാകട്ടെ BJP കേന്ദ്ര നേതൃത്വവും. ന്യൂസ് മലയാളം ഇന്ന് രാവിലെ പുറത്തുവിട്ട ഈ വാർത്ത പത്മജ തന്നെ പിന്നീട് സ്ഥിരീകരിച്ചു. പത്മജ എത്തുമ്പോൾ തൃശൂരിൽ എന്ത് സംഭവിക്കും? കാണാം RDX റാവ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വമ്പൻ കുതിച്ചാട്ടം നടത്തിയ മണ്ഡലമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂർ ജില്ലയിലാകെ കച്ചകെട്ടിയിറങ്ങാനാണ് BJPയുടെ തീരുമാനം. സർപ്രൈസിംഗ് സ്ഥാനാർത്ഥികളെ നിർത്താനടക്കമുള്ള ശ്രമങ്ങൾ BJP നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ജില്ലയിൽ BJPക്ക് വലിയ പ്രതീക്ഷയുള്ള A ക്ലാസ് മണ്ഡലമാണ് തൃശൂർ നിയമസഭാ മണ്ഡലം. തൃശൂരിൽ ആര് സ്ഥാനാർത്ഥിയാകുമെന്ന നീണ്ട ചർച്ചകൾക്കൊടുവിൽ കേന്ദ്ര നേതൃത്വം ആ പേരിലെത്തി: പത്മജ വേണുഗോപാൽ. പത്മജയെ മത്സരിപ്പിക്കണമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെടുകയായിരുന്നു. തൃശൂരിൽ മത്സരിക്കുന്ന കാര്യം പത്മജ വേണുഗോപാൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. തൃശൂർ MP സുരേഷ് ഗോപിയുടെ പിന്തുണയുണ്ടെങ്കിൽ മത്സരിക്കാമെന്നാണ് പത്മജ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത്. 2021 തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ പത്മജ നേരിയ ഭൂരിപക്ഷത്തിന് LDFനോട് പരാജയപ്പെട്ടപ്പോൾ സുരേഷ് ഗോപിയായിരുന്നു BJP സ്ഥാനാർത്ഥി. 2021 സുരേഷ് ഗോപിക്കും പത്മജയ്ക്കും കിട്ടിയ വ്യക്തിപരമായ വോട്ടുകളും പാർട്ടി വോട്ടുകളും കൂടി ചേർത്താൽ വിജയിക്കാമെന്നാണ് BJPയുടെ പ്രതീക്ഷ. 2 തവണ UDF സ്ഥാനാർത്ഥിയെ തൃശൂരിൽ നിന്ന് ജനവിധി തേടിയതും കെ കരുണാകരന്റെ മകൾ എന്ന പരിഗണനയും പത്മജയ്ക്ക് അനുകൂലമാകുമെന്നും BJP കരുതുന്നു. RDX റാവ്, ന്യൂസ് മലയാളം. സുരേഷ് ഗോപിയുടെ പിന്തുണ കൂടി ഉറപ്പിച്ചാണ് പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിത്വം സ്ഥിരീകരിച്ചത്. പാർട്ടി പറഞ്ഞാൽ സന്തോഷത്തോടെ മത്സരിക്കുമെന്നും സഹോദരതുല്യനായ സുരേഷ് ഗോപി പ്രചാരണ രംഗത്ത് കൂടെ ഉണ്ടാകുമെന്നും പത്മജ വേണുഗോപാൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വാക്കുകളിൽ: ഞാൻ സുരേഷ് ഗോപിയും തമ്മിൽ ഒരു രാഷ്ട്രീയ ബന്ധത്തിനേക്കാളും അപ്പുറം ഒരു സഹോദര ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. അതുകൊണ്ട് തന്നെ ഇപ്പൊ രണ്ടും കൂടി ആയപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2016 2021 തൃശ്ശൂരിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിച്ചു. 2021 CPIയുടെ P ബാലചന്ദ്രനോട് 946 വോട്ടിന്റെ നേരിയ വോട്ട് വ്യത്യാസത്തിൽ ഉള്ള പരാജയമായിരുന്നു. 2016 CPIയുടെ VS സുനിൽകുമാറിനോട് 6987 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. 2016 സീനിയർ കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണ ഉണ്ടായില്ല എന്ന് പത്മജ ആരോപിച്ചിരുന്നു. 2021 തന്നെ തോൽപ്പിച്ചത് പാർട്ടിയിലെ തന്നെ ചിലരാണെന്നും പത്മജ ആരോപണം ഉന്നയിച്ചു. 2004 മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2024 മാർച്ച് 7-നാണ് BJPയിൽ പത്മജ വേണുഗോപാൽ ചേർന്നത്. BJPയിൽ ചേർന്നത് കോൺഗ്രസിനെതിരെ ഗുരുതര വിമർശനം ഉയർത്തിക്കൊണ്ടായിരുന്നു. കോൺഗ്രസിൽ നല്ല ലീഡർഷിപ്പ് ഇല്ല എന്നുള്ള വിമർശനമാണ് ഉയർത്തിയത്. സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിൻമെന്റ് കിട്ടുന്നില്ല എന്നും പത്മജ പറഞ്ഞു. മടുത്തെന്നും വേദനയോടെ കോൺഗ്രസ് വിടുന്നു എന്നുമാണ് പത്മജ പറഞ്ഞത്. കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് വിട്ട രശ്മിയെ മത്സരിപ്പിക്കാനാണ് സാധ്യത. 2021 കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. KN ബാലഗോപാലിനെതിരെ 10,814 വോട്ടിനാണ് പരാജയപ്പെട്ടത്. 2016 ഐഷ പോറ്റിക്ക് കിട്ടിയ വോട്ട് 2021 KN ബാലഗോപാലിന് ലഭിച്ചിരുന്നില്ല എന്നതുകൂടിയുണ്ട്. ഈ കണക്ക് ഗുണം ചെയ്യുമെന്നാണ് BJP കരുതുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി രശ്മി കൂടിക്കാഴ്ച നടത്തി. രശ്മിയുടെ പരിചയ സമ്പത്ത് മണ്ഡലത്തിന് ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. സനീഷ്, ഇക്കാര്യത്തിൽ പത്മജ വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം എന്നത്, അതായത് കഴിഞ്ഞ തവണത്തെ പത്മജയുടെ പരാജയം എന്നത് ആ ട്രെൻഡിന്റെ ഭാഗം കൂടിയായിരുന്നു. അതായത് ഈ തുടർഭരണത്തിന് വേണ്ടി ആളുകൾ വോട്ട് ചെയ്തു എന്നുള്ള ഒരു സ്ഥിതിയുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ പത്മജ വേണുഗോപാൽ അവിടെ വിജയിക്കുമായിരുന്നു. കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഒരു 500 വോട്ട് കൂടി കിട്ടുന്ന തരത്തിൽ കോൺഗ്രസ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ പത്മജ വിജയിച്ചേനെ. അവിടെയാണ് 900 ചില്ലാൻ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ഇപ്പോൾ BJP സ്ഥാനാർത്ഥി അവിടെ വരുമ്പോൾ ആ സാധ്യത ഏറുകയാണോ അതോ കുറയുകയാണോ ചെയ്യുന്നത്? അതായത് എളുപ്പമല്ല, നമുക്കൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല. കഴിഞ്ഞ തവണ 2021 P ബാലേന്ദ്രന് 44,263 വോട്ട്, പത്മജക്ക് 43,317 വോട്ട്, സുരേഷ് ഗോപിക്ക് 40,457 വോട്ട്. എന്ന് വെച്ചാൽ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ 3 ശരിക്കും ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു തൃശ്ശൂർ. 946 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് ബാലേന്ദ്രൻ ജയിച്ചു പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പത്മജ സഹോദരതുല്യനായ സുരേഷ് ഗോപിക്കൊപ്പം വരുമ്പോൾ നമ്മുടെ മുമ്പിൽ പത്മജ പ്ലസ് സുരേഷ് ഗോപി 90,000 വോട്ട് വലിയ വ്യത്യാസമാണ്. പക്ഷേ അങ്ങനെയല്ലോ സംഭവിക്കുകയല്ല. ഇവർ BJP സ്ഥാനാർത്ഥിയാണ്.
അതിനു മുമ്പ് വി എസ് സുനിൽകുമാർ 2016 ജയിക്കുമ്പോൾ 17,000 വോട്ട് മാത്രമേ ബി ജെ പിക്ക് ഉണ്ടായിരുന്നുള്ളൂ. 17,000 വോട്ടാണ് തൃശ്ശൂർ ശരിക്കുള്ള ബി ജെ പി കോർ വോട്ട്. തോൽക്കുമെന്ന് അറിഞ്ഞിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ 17,000 വോട്ടാണ്. അതിനു മുമ്പ് 2011 12,000 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സുരേഷ് ഗോപി വന്നപ്പോഴാണ് 40,457 എന്ന വോട്ടിലേക്ക് വരുന്നത്. അത് സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി കേരളത്തിലെ 3ാം സൂപ്പർ താരമായതുകൊണ്ട് കിട്ടിയ വോട്ടാണ് എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പത്മജ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് കൊണ്ട് മാത്രം കോൺഗ്രസിൻ്റെ കാലത്തെ വോട്ട് കിട്ടാനോ ബി ജെ പി കാലത്ത് സുരേഷ് ഗോപി കിട്ടിയ വോട്ട് കിട്ടാനോ സാധ്യതയുണ്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ. എങ്ങനെയും വരാം. എന്ന് മാത്രമല്ല, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റ പോയിന്റ് പറഞ്ഞു നിർത്താം. വി എസ് സുനിൽകുമാർ അവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. പി ബാലേന്ദ്രൻ ആ നിലക്ക് വലിയ വിജയമുണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം നല്ല വിജയം ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ. പക്ഷേ വി എസ് സുനിൽകുമാറിനെ പോലൊരു വലിയ ജനബിന്ദുലുള്ള സ്ഥാനാർത്ഥിയോ മറ്റോ വരികയാണെങ്കിൽ പത്മജക്ക് എളുപ്പമായിരിക്കില്ല. സുരേഷ് ഗോപിയും ബി ജെ പിയും കൂടെ ഉണ്ടെങ്കിൽ പോലും പോരാത്തതിന് കോൺഗ്രസിൻ്റെ വോട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വോട്ട് അവിടെയുണ്ട്. പത്മജയോട് ബി ജെ പിക്കാർക്കുണ്ടായ സ്നേഹം പോലെ തന്നെ കോൺഗ്രസ്സുകാർക്ക് നല്ല വിദ്വേഷം ഉണ്ടായിട്ടുണ്ടാകും കൂടെ നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായും. അതായത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് ലഭിച്ചതാണ് തൃശ്ശൂരിൽ ബി ജെ പിക്ക്. പക്ഷേ അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് കുത്തനെ ഇടിഞ്ഞു. അത് അവിടെ ഇപ്പം 6 സീറ്റുകളായിരുന്നു മുമ്പ് കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നതെങ്കിൽ അത് 8 സീറ്റായി വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആകെ 2 സീറ്റെങ്കിൽ യു ഡി എഫിന് അവിടെ 33 സീറ്റ് ഇത്തവണ വിജയിപ്പിച്ച് ഭരണവും നേടിയിട്ടുണ്ട് യു ഡി എഫ് അവിടെ. അതാണ് സ്ഥിതി. എൽ ഡി എഫിന് 11 സീറ്റുകളുണ്ട്. ഈ സ്വതന്ത്രത്തിന് 4 സീറ്റിലുമാണ് 4 ഡിവിഷനിലാണ് ജയിച്ചിരിക്കുന്നത്. ഇനി ജില്ലാ പഞ്ചായത്ത് വാർഡുകളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ അവിടെ ബി ജെ പിക്ക് ഒരിടത്ത് പോലും വിജയിക്കാനായിട്ട് തൃശ്ശൂർ ജില്ലയിൽ തന്നെ കഴിഞ്ഞിട്ടില്ല. അതായത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മൊമെൻറ്റം ബി ജെ പിക്ക് അവിടെ ഇല്ല. ഇതാണ് സത്യം. അവിടെ അതിനെ അതിജീവിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു പെർഫോമൻസ്, അതായത് നേരത്തെ സുരേഷ് ഗോപി എന്ന ബി ജെ പിയുടെ ഒരു മുഖം എന്ന നിലയ്ക്ക് അല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് നടത്തിയ 2 തിരഞ്ഞെടുപ്പുകളിൽ നടത്തിയ പെർഫോമൻസ് എന്നുള്ള നിലയ്ക്ക് ബി ജെ പിയുടെ മുഖമല്ലാത്ത പത്മജ വേണുഗോപാലിനെ കോൺഗ്രസിൻ്റെ ഓർമ്മകൾ, കരുണാകരൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ആ നിലയ്ക്ക് ബി ജെ പിക്ക് പുറത്തുള്ള വോട്ടുകൾ കൂടി സമാഹരിച്ചാൽ നേരത്തെ പറഞ്ഞ 17,000 എന്നുള്ള അവരുടെ ആ ബേസ് വോട്ടുകളിൽ നിന്ന് അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ള ചിന്ത മാത്രമാണ് തൽക്കാലമുള്ളത്. അതിനപ്പുറത്ത് നേടാൻ എത്രത്തോളം കഴിയും എന്നുള്ളതിനനുസരിച്ചിരിക്കും ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ദിവസത്തെ സാധ്യത എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് അവിടുത്തെ യു ഡി എഫിൻ്റെ സാധ്യത തന്നെ, സംശയമില്ല. ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിലെ പ്രധാന ഇടമാണ് തൃശ്ശൂർ. മുൻ കോൺഗ്രസ് നേതാവായ പത്മജയിലൂടെ കോൺഗ്രസ് വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. ലീഡർ കെ കരുണാകരൻ്റെ മകൾ എന്നതും പത്മജയ്ക്ക് അനുകൂലമാകുമെന്നും ബി ജെ പി മനസ്സിൽ കാണുന്നുണ്ട്. 2 തവണ തൃശ്ശൂരിൽ മത്സരിച്ചതിൻ്റെ അനുഭവവും പത്മജയ്ക്ക് കരുത്താകും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേടിയ മിന്നും വിജയം ബി ജെ പിക്ക് നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ്. അന്ന് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലും ബി ജെ പിക്ക് വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിരുന്നു. ഈ വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞാൽ പത്മജയ്ക്ക് അത് ഗുണകരമാകും. 2016 2021 പത്മജയ്ക്ക് വോട്ട് ചെയ്ത കോൺഗ്രസ്സുകാരിൽ ചിലരെങ്കിലും ഇത്തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ തൃശ്ശൂരിൽ വിജയിക്കാൻ കഴിയും എന്ന് ബി ജെ പി കരുതുന്നുണ്ട്. സുരേഷ് ഗോപി തരംഗം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായല്ല ഒട്ടും പ്രതിഫലിച്ചില്ല എന്നതും എൻ ഡി എ ക്യാമ്പിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ലീഡറുടെ പ്രിയപ്പെട്ട പുത്രി പത്മജ തൃശ്ശൂർ എടുക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.